നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച് സ്വർണ്ണ കപ്പുമായി വന്ന തൃശൂർ ടീമിന് ജില്ലയിൽ വൻ സ്വീകരണം. പേരാമ്പ്ര ചെറുകുന്ന് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആട് വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി ആടുകളെ വിതരണം ചെയ്തു. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പിടിച്ചിട്ടു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ടൗൺ അമ്പ് കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ആവേശം വാനോളമുയർത്തി കലാകിരീടത്തിന് ജില്ലാ അതിർത്തിയിൽ ആവേശോജ്വല സ്വീകരണം. 1/4 നൂറ്റാണ്ടിനു ശേഷം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നേടിയ കലാകിരീടത്തിന് കൊരട്ടിയിലും ചാലക്കുടിയിലും സ്വീകരണം നൽകി. മന്ത്രി കെ രാജനും MLA സനീഷ് കുമാർ ജോസഫും വിദ്യാർത്ഥികൾക്കൊപ്പം ആവേശ നൃത്തം ചവിട്ടി. ആർപ്പുവിളികളും വാദ്യമേളങ്ങളും ഡാൻസും പാട്ടുമായി വലിയ ആഘോഷത്തോടെയാണ് രണ്ടിടത്തും സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകിയത്. ജില്ലയിലെ ആദ്യ സ്വീകരണമായിരുന്നു കൊരട്ടിയിൽ നൽകിയത്. ജനപ്രതിനിധികൾ, സാംസ്കാരിക നായകർ, സമീപത്തെ വിദ്യാലയങ്ങളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, നാട്ടുകാർ എന്നിവർ സ്വർണ്ണക്കപ്പ് അടുത്തു കാണുവാനും സ്വീകരിക്കുവാനുമായി എത്തിച്ചേർന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രാജകീയ വരവേൽപ്പാണ് കൊരട്ടിയിൽ നൽകിയത്. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ AK അജിത കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ ഓഫീസർമാരായ ഷൈല K, PB നിഷ, KM അനിലാഷ് മാസ്റ്റർ, പഞ്ചായത്ത് അംഗം KR സുമേഷ്, നൈനു റിച്ചു, ഷീമ സുധീർ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. കൊരട്ടിയിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ സ്വർണ്ണക്കപ്പും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ വൻ സ്വീകരണം നൽകി. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, സ്ഥിരം സമിതി അധ്യക്ഷൻ MM അനിൽകുമാർ, കൗൺസിലർമാരായ ബിന്ദു ശശികുമാർ, വിജി സദാനന്ദൻ, നിത പോൾ, കാർമൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോസ് കിടങ്ങൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ചാലക്കുടി മേഖലയിൽ നിന്ന് കലോത്സവത്തിൽ സമ്മാനം നേടിയ വിവിധ സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലയിൽ മികച്ച പോയിന്റ് നേടിയ കാർമൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കു പുറമെ വാളൂർ നായർ സമാജം സ്കൂൾ, അന്നനാട് യൂണിയൻ സ്കൂൾ, കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂൾ, പരിയാരം സെന്റ് ജോർജ് സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ A ഗ്രേഡ് നേടിയവരും സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. കലോത്സവത്തിൽ വഞ്ചിപ്പാട്ടിന് A ഗ്രേഡ് നേടിയ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വീകരണ യോഗത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച വഞ്ചിപ്പാട്ട് ശ്രദ്ധേയമായി. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നടത്തിയ സ്വീകരണ യോഗത്തിലാണ് മത്സരക്കപ്പുമായി ടൗണിൽ വിദ്യാർത്ഥികൾ വഞ്ചിപ്പാട്ട് പാടി കാണികളെ ആവേശം കൊള്ളിച്ചത്. വിദ്യാർത്ഥികൾക്കൊപ്പം താളം പിടിക്കാൻ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നപ്പോൾ വലിയ ആവേശത്തിലായി വിദ്യാർത്ഥികൾ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആദ്യമായാണ് സ്കൂൾ സമ്മാനം നേടുന്നത്. CU ഗൗരി, AP അനീറ്റ, അനാമിക ബാബു, സാജു, KM ചന്ദന, ആര്യനന്ദ, സാനിയ മക്കാർട്ടിൻ, നിധു മധു, AB ഭവ്യ, അനഘ ബൈജു എന്നിവരടങ്ങിയ ടീമാണ് മത്സരത്തിൽ വിജയികളായത്. ഇവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണ യോഗത്തിൽ വഞ്ചിപ്പാട്ട് പാടി ഏവരെയും ശ്രദ്ധയാകർഷിച്ചത്. പേരാമ്പ്ര ചെറുകുന്ന് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, മലർ നിവേദ്യം, ഗണപതി ഹോമം, പഞ്ചവിംശതി കലശാഭിഷേകം, ശ്രീഭൂതബലി എന്നിവയുണ്ടായി. തുടർന്ന് 8 മണി മുതൽ 12:45 വരെ പാൽ, കരിക്ക്, പനിനീർ, പഞ്ചാമൃത അഭിഷേകങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് 12:30 മുതൽ 1:30 വരെ വർണ്ണാഭമായ കാവടിയാട്ടം ഉണ്ടായി.
വൈകുന്നേരം ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, സഹസ്രനാമാർച്ചന, ഭസ്മാഭിഷേകം എന്നിവയും ഉണ്ടായി. കൊടകര ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആട് വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി ആടുകളെ വിതരണം ചെയ്തു. കൊടകര മൃഗാശുപത്രിയിൽ നടത്തിയ വിതരണം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ അധ്യക്ഷത വഹിച്ചു. മൃഗാശുപത്രി സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ ഗോപികൃഷ്ണൻ വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ MM ഗോപാലൻ, TK പത്മനാഭൻ, CRX അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ NB ഷിജു എന്നിവർ പ്രസംഗിച്ചു. 30,000 വില വരുന്ന 2 പെണ്ണാടുകളെ 15,000 രൂപ സബ്സിഡിയോടുകൂടിയാണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്തിന്റെ 60,000 രൂപ വകയിരുത്തിയിട്ടുള്ള ആട് വളർത്തൽ പദ്ധതിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ദാരിദ്ര്യ ലഘൂകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി വെച്ചിട്ടുള്ളത്. ഗ്രാമീണ മേഖലയിൽ മറ്റു തൊഴിലും പോകാൻ കഴിയാത്ത സ്ത്രീകൾക്കും മറ്റ് ആളുകൾക്കും ഒരു ഉപജീവനമാർഗം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിലൂടെ നിരവധിയായ ആളുകൾ ഉപജീവനമാർഗം കണ്ടെത്തി വിജയകരമായി പ്രവർത്തിക്കുന്ന ഇതിലൊരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഇത് തുറന്നുകൊണ്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പദ്ധതിയിൽ നല്ലൊരു പൈസ വകയിട്ട് നമുക്ക് ആളുകൾ കുറഞ്ഞു പോയി. അപ്പോൾ അത് അത്രയ്ക്ക് വേണ്ടിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ 4 യൂണിറ്റ് മാത്രമായിട്ട് മാറിയത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. വിഷൻ 2025 എന്ന പേരിൽ നടത്തിയ ശില്പശാല കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഡോക്ടർ ജോയ് KL അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും മോട്ടിവേഷൻ ട്രെയിനറുമായ ജെബിൻ K ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ K കരുണ, കോളേജ് ഫിനാൻസ് ഓഫീസർ റോറൻ ഫാദർ ആൻറ്റോ ബട്ടോലി, യൂണിയൻ ചെയർപേഴ്സൺ മെറിൻ ബേബി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. NSS വളണ്ടിയർ സെക്രട്ടറി പൂർണിമ ശങ്കർ സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ നന്ദിയും പറഞ്ഞു. So today we are celebrating International Youth Day observance. Already I had a good message in the assembly, so I don't want to repeat it again. So whatever things already you grasped everything in a assembly time, and myself and Father Joe already given a good message for you. So it is with your everything in your brain and your recollection and memory. So I don't want to repeat it again. കലോത്സവ മിമിക്രിയിൽ A ഗ്രേഡ് നേടിയ നയന മണികണ്ഠന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് സുരേഷ് ഗോപി കുടുംബത്തെ അറിയിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ നയനയുടെ വീട്ടിലെത്തി ഈ വിവരം നേരിൽ അറിയിക്കുകയും സുരേഷ് ഗോപി കൊടുത്തയച്ച ഷാൾ അണിയിക്കുകയും ചെയ്തു. സുഖമില്ലാതിരിക്കുന്ന അദ്ദേഹം തത്സമയം വീഡിയോ കോളിൽ കുടുംബവുമായി സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി NR റോഷൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു, ഇരിഞ്ഞാലക്കുട ആളൂർ പ്രസിഡന്റുമാരായ കൃപേഷ് ചെമ്മണ്ട, PS സുഭീഷ്, ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട്, സെക്രട്ടറി KR രഞ്ജിത്ത്, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ്, മണ്ഡലം ഭാരവാഹികളായ രമേശ് അയ്യർ, ആർച്ച അനീഷ്, BJP ജില്ലാ കമ്മിറ്റി അംഗം അഖിലേഷ് വിശ്വനാഥൻ, യുവമോർച്ച ജില്ലാ സെക്രട്ടറി അജീഷ് പൈക്കാട്ട്, ബൂത്ത് പ്രസിഡന്റ് സന്തോഷ് തറയിക്കോട്, ഉണ്ണികൃഷ്ണൻ, സരീഷ് കാര്യങ്ങാട്ടിൽ എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മുരിയാട് തറയിലക്കാട് സ്വദേശി നയനയുടെ ടോർപോളിൻ മേഞ്ഞ തകരാറിലായി നിൽക്കുന്ന വീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് നല്ല വാർത്തയും വന്നില്ലേ? അതില് നയനയുടെ A ഗ്രേഡും ഉണ്ട് അല്ലേ? ഒരു പോയിന്റിനല്ലേ ജയിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും A ഗ്രേഡുകളും എല്ലാവരുടെയും പ്രയത്നവും ഒക്കെ ഉണ്ട്. ടീച്ചേഴ്സിന്റെ, ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും പ്രയത്നമുണ്ട്. അതിന് വലിയ വിജയമാണ്. തൃശ്ശൂരിന് 25 വർഷത്തിന് ശേഷമാണ്, വലിയ പെരുമയാണ് നിങ്ങൾ തൃശ്ശൂരിന് വേണ്ടി നേടിക്കൊണ്ട് തന്നിരിക്കുന്നത്. കേട്ടാ? വീടിന്റെ കാര്യം പറഞ്ഞില്ലേ? അനീഷ് സംസാരിച്ചോ? ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ ചേട്ടാ. പറയാം, ആണോ? അറിഞ്ഞിട്ടുണ്ട്, പറയാം.
അത് എത്രയും പെട്ടെന്ന് തന്നെ മകരസംക്രാന്തി ആയാൽ നമുക്ക് തറയ്ക്ക് അവിടെ സ്ഥലം കണ്ടെത്തി എവിടെയാന്ന് വെച്ചാൽ തറ നമുക്ക് പണിയാം കേട്ടോ. സന്തോഷായി. ഞാൻ കിടപ്പില്ല, അതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാനൊന്ന് സ്റ്റേഡിയത്തിൽ പോയേനെ. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. ഒഴിവായത് വൻ ദുരന്തം. 25,000 കിലോവാട്ട് ശേഷിയുള്ള OHE ലൈൻ കമ്പിയാണ് പൊട്ടിവീണത്. വ്യാഴാഴ്ച രാവിലെ 11:35 അപകടം. നെടുമ്പാളിൽ നിന്ന് ടാർ മിക്സിംഗ് കൊണ്ടുവന്ന ലോറി ഗേറ്റ് അടയ്ക്കുന്നതിനിടെ കടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത്. ലോറി ഇടിച്ച് തകർന്ന ഗേറ്റ് വൈദ്യുതി ലൈനിൽ തട്ടി കമ്പി പൊട്ടി വീഴുകയായിരുന്നു. വേണാട് എക്സ്പ്രസ് കടന്നു പോയതിന് തൊട്ടു പിന്നാലെയാണ് അപകടം സംഭവിച്ചത്. വൈദ്യുതി കമ്പി പൊട്ടി വീണതോടെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പരിഭ്രാന്തരായി ഓടിമാറി. ഈ സമയത്ത് പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുതി പ്രവാഹമുണ്ടായിരുന്നു. ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ റെയിൽവേ ഉദ്യോഗസ്ഥർ എത്തിയാണ് പുറത്തിറക്കിയത്. ഗേറ്റ് അടയ്ക്കാൻ നേരത്ത് വേഗത്തിൽ കടക്കാൻ ശ്രമിച്ച ലോറി തടയാൻ നോക്കിയിട്ടും നിർത്താതെ പോയതാണ് അപകടത്തിന് കാരണമെന്ന് ഗേറ്റ്മാൻ പറഞ്ഞു. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വേഗത കുറച്ച് കടത്തിവിട്ടു. കന്യാകുമാരി മംഗലം പരശുറാം എക്സ്പ്രസ് ചാലക്കുടിയിലും തിരുവനന്തപുരം കോർബ എക്സ്പ്രസ് നെല്ലായിലും തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസ് ചാലക്കുടി ഡിവൈൻ നഗർ സ്റ്റേഷനിലും പിടിച്ചു. റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി ലൈൻ തകരാറ് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 2 മണിക്കൂറിന് ശേഷം ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ടൗൺ അമ്പ് കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ആശീർവാദം നിർവഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മുഖ്യാതിഥിയായിരുന്നു. സഹവികാരി സിബിൻ വാഴപ്പള്ളി, ജനറൽ കൺവീനർമാരായ വിൽസൺ മഞ്ഞളി, VM ആൻഡു, കൺവീനർമാരായ TG അജോ, ക്ലീറ്റസ് വടക്കേത്തല, സരിൻ TP, ഷിജു CV, ബാബു KG, ആന്റണി KK തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നായി 5 സെറ്റുകൾ ടൗൺ അമ്പിൽ പങ്കാളികളാകും. ജനുവരി 18, 19 കൊടകര തിരുനാളും 20 ടൗൺ അമ്പും ആഘോഷിക്കും. കൊടകരയെ സംബന്ധിച്ചിടത്തോളം കൊടകര സെന്റ് ജോസഫ് ഫൊറോന ചർച്ചിലെ കോഴിക്കോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ടൗണിൽ ഏറ്റവും മനോഹരമായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങളുള്ള വലിയ ജനപങ്കാളിത്തവും അതോടൊപ്പം തന്നെ ഈ നാടിന് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും വലിയൊരു ആഘോഷമായിട്ടാണ് എല്ലാ വർഷവും ഉണ്ടാകാറ്. കൊടകരയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഘോഷങ്ങളും കൊടകരക്കാരെ നെഞ്ചിലേക്കുന്ന തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ ടൗൺ അമ്പ് വളരെ മനോഹരമായി സമാധാനപൂർണ്ണമായ അന്തരീക്ഷത്തിൽ നടന്നിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത്. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഹൈസ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും നടത്തി. പവനാത്മ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ ട്രീസ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന വികാരി റവറൻഡ് ഫാദർ ജെയ്സൺ കരിപ്പായി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി റോസ് മോൾ ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ സംഗീത, ലോക്കൽ മാനേജർ റവറൻഡ് സിസ്റ്റർ ജ്യോതിസ്, പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ, PTA പ്രസിഡന്റ് രഞ്ജിത്ത് VR, റവറൻഡ് ഫാദർ ഫ്രാങ്ക്ലിൻ പാറശ്ശേരി, ഷാജി കാളിയങ്കര, ലിജി ജോബി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തീർച്ചയായിട്ടും ആദ്യത്തെ 2 കാര്യങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ആളുകളുടെ അന്ന് തന്നെ റിട്ടയർമെന്റ് വയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല. സത്യം പറഞ്ഞ 2 ടീച്ചേഴ്സ് ഇത്രയും വർഷം, പ്രത്യേകിച്ച് അൽഫോൺസിന്റെ 27 വർഷം ഇവിടെ തന്നെയായിരുന്നു എന്നാണ്. 72ാമത് വാർഷിക ആഘോഷം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ഡോൺ ബോസ്കോ സ്കൂളിലെ എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കുകയാണ്. 72 വർഷം കൊടകരയിൽ 72 തലമുറകളെ വാർത്തെടുത്തൊരു സ്കൂളാണ്. 72 തലമുറകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർക്ക് ഒരുപാട് ചിലർക്ക് മൺമറഞ്ഞ് പോയിട്ടുണ്ടാവും, ചിലർക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാവും. ഏതൊരു മനുഷ്യനും അവരുടെ കരുവന്നൂർ പുത്തൻതോട് പാലത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം ഫൗണ്ടൻ കണക്കെ പുറത്തേക്ക്. 1 മണിക്കൂറോളം വലഞ്ഞ് യാത്രികർ
തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കരുവന്നൂർ പുത്തൻതോട് പാലത്തിലൂടെ കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പാണ് വ്യാഴാഴ്ച രാവിലെ 10:30 പൊട്ടിയത്. പൈപ്പ് പൊട്ടി വെള്ളം വലിയ തോതിൽ കുതിച്ചുയർന്നു വീണത് പാലത്തിലേക്ക് തന്നെയായിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതം തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് വെള്ളം വന്നിരുന്നത്. കരുവന്നൂർ പമ്പ് ഹൌസിൽ നിന്നും ഇരിങ്ങാലക്കുട മങ്ങാടിക്കുന്നിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പാണ് പൊട്ടിയത്. വിവരം അറിഞ്ഞ ഉടനെ അധികൃതർ പമ്പിംഗ് നിർത്തിയെങ്കിലും ഹൈ പ്രഷറിലുള്ള പമ്പിംഗ് ആയതിനാൽ തിരിച്ച് വെള്ളം വന്നിരുന്നതിനാലും ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞാണ് വെള്ളം നിർത്താനായത്. 1978 കാലഘട്ടത്തിൽ കമ്മീഷൻ ചെയ്ത പൈപ്പ് ലൈനാണ് തകരാറിലായത്. കാലപ്പഴക്കം വന്ന പൈപ്പ് ലൈൻ ഇത്തരത്തിൽ ഇതേ സ്ഥലത്ത് മുൻപും പലതവണ ലീക്ക് സംഭവിച്ച് റോഡിലേക്ക് വെള്ളം വരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പാലത്തിന്റെ മറുവശത്തും സമാനമായ രീതിയിൽ പൈപ്പ് ലീക്കായിട്ട് വർഷങ്ങളായി തുടരുകയാണ്. സംസ്ഥാനപാത കോൺക്രീറ്റിംഗിൽ ആദ്യഘട്ടത്തിൽ പുത്തൻതോട് പാലം പുനർനിർമ്മിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് ഇത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. കാലപ്പഴക്കം വന്ന പൈപ്പ് ലൈൻ പൂർണ്ണമായും മാറ്റി സ്ഥാപിച്ച് പ്രദേശത്തെ അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7260 രൂപ, പവന് 58,080 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച് സ്വർണ്ണ കപ്പുമായി വന്ന തൃശൂർ ടീമിന് ജില്ലയിൽ വൻ സ്വീകരണം. പേരാമ്പ്ര ചെറുകുന്ന് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആട് വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി ആടുകളെ വിതരണം ചെയ്തു. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പിടിച്ചിട്ടു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ടൗൺ അമ്പ് കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.